നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ. കഴിഞ്ഞ കുറേ വീഡിയോ നമ്മൾ ഡാറ്റയിലെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കിയത്. നമ്മൾ ഫങ്ഷൻസ് പറഞ്ഞു, നൾ സേഫ്റ്റിയെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു സെക്ഷനിലേക്ക് മൂവ് ചെയ്യാണ്. അതാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്നും എന്താണ് ക്ലാസ് എന്നും എന്താണ് ഒബ്ജക്റ്റ് എന്നും അങ്ങനെ നമ്മൾ ഗ്രാജുവലി അതിനകത്തേക്ക് ഇൻഡെപ്ത് ആയിട്ട് പോവുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണാത്തവർ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണുക. എന്നിട്ട് നമ്മൾ ഈ പുതിയ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിലേക്ക് വരിക. കാരണം ഓൾറെഡി പഴയ കാര്യങ്ങൾ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ. സോ വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ പ്രോഗ്രാമിംഗ് പാരഡൈം ദാറ്റ് യൂസസ് ഒബ്ജക്ട്സ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ഒബ്ജക്റ്റും അതിൻ്റെ പ്രോപ്പർട്ടീസ് അതുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റും. ഇറ്റ്സ് എ പ്രോഗ്രാമിംഗ് പാരഡൈം. അപ്പോൾ അതിൽ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജുകളും തന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡാർട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്, ജാവ എടുത്ത ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്, C++ ഇസ് ദർ, പൈത്തൺ ഇസ് ദർ. ഓൾ ദീസ് ആർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന മിക്കവാറും എല്ലാ മോഡേൺ ലാംഗ്വേജുകളും എന്തായിരിക്കും? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റിലാണ് പോകുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഇത് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് എന്താണ്? അത് നമുക്ക് ഓൾറെഡി അറിയാം. ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ലൈക്ക് എ റിയൽ വേൾഡ് എൻറ്റിറ്റി എന്നാണ് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടാവുക? ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കുക. അല്ലെങ്കിൽ എനിത്തിങ് ലൈക്ക് എ പേഴ്സൺ ക്യാൻ ബി ആൻ ഒബ്ജക്റ്റ്, എ ബാങ്ക് അക്കൗണ്ട് ഈസ് ആൻ ഒബ്ജക്റ്റ്, എ കാർ, എ ഫോൺ, വാട്ട് എവർ, എല്ലതും ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്താൽ ടേക്ക് എ കാർ. ഞാനൊരു കാർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് എടുത്തു. ഓക്കെ. അപ്പോൾ ഒബ്ജക്ട്സിന് എന്ത് കാണും? കുറേ പ്രോപ്പർട്ടീസ് കാണും. ഓക്കെ. ദെൻ ഇറ്റ് ഹാസ് സം സ്പെസിഫിക് ബിഹേവിയേഴ്സ്. ഓക്കെ. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റിയൽ വേൾഡ് എൻറ്റിറ്റി ആണ്. അപ്പോൾ അതിന് ലൈക്ക് ഇപ്പോൾ ഒരു കാറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ കാറിന് എന്തുണ്ട്? കളർ കാണും, മോഡൽ കാണും, ഇറ്റ് ഹാസ് മൈലേജ്, ഇറ്റ് ഹാസ് എ മേക്ക് ഇയർ, അങ്ങനത്തെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ഇതേപോലെ നമുക്ക് ഇതിന് കുറേ മെത്തേഡ്സ് ഉണ്ടായിരിക്കും. ലൈക്ക് എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റോപ്പ് ചെയ്യുന്നത്, ഹൗ ഇറ്റ് ആക്സലറേറ്റ്സ്, അങ്ങനത്തെ കുറേ മെത്തേഡ്സ്, അതിന് നമ്മൾ ബിഹേവിയേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ അത്തരം കുറേ ബിഹേവിയേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും നമ്മളിത് പ്രോഗ്രാമിങ്ങിലേക്ക് കൊണ്ടുവരുന്നത്? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നമ്മൾ പ്രോഗ്രാമിങ്ങിൽ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത്? കുറേ ബെനഫിറ്റ്സ് ഉണ്ട്. ഒന്ന്, നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റും. അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ് ദിസ് തിങ്, ഈ ഒരു കൺസെപ്റ്റിലാണ് പോകുന്നതെങ്കിൽ. പിന്നെ നിങ്ങളുടെ കോഡിൻ്റെ റീയൂസബിലിറ്റി എന്ന് പറയുന്നത്, റീയൂസബിലിറ്റി നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ദെൻ ദാറ്റ് മീൻസ് യുവർ കോംപ്ലക്സിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാം. പിന്നെ ഒബ്വിയസ്ലി യുവർ പ്രൊഡക്ടിവിറ്റി നിങ്ങൾക്ക് കൊണ്ടുവരാം. ദെൻ എൻകാപ്സുലേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ എൻകാപ്സുലേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഉണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഹൈഡ് ദ കോംപ്ലക്സിറ്റി. ദാറ്റ് മീൻസ് ഇംപ്ലിമെൻറ്റേഷൻ കോംപ്ലക്സിറ്റി ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം. ആൻഡ് നിങ്ങൾക്ക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഫീച്ചറിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വേറെ ഏതെങ്കിലും ആ ഒബ്ജക്റ്റ് വേറെ എവിടെയെങ്കിലും ഇൻഹെറിറ്റ് ചെയ്ത് വന്നാണെങ്കിൽ നിങ്ങൾക്ക് അത്തരം പ്രോപ്പർട്ടീസ് കൊണ്ടുവരാം. ഇത് റിഡൻഡൻസി ഒഴിവാക്കും. ഇങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജസ് എന്തിനുണ്ട്? ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഇത്രയും മനസ്സിലാക്കുക. ഇറ്റ്സ് എ പ്രോഗ്രാമിംഗ് പാരഡൈം, അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിലെ ഒരു ഇറ്റ്സ് എൻ അപ്രോച്ച്. ഓക്കെ. അപ്പോൾ അതിലെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് യു ആർ സംതിങ് ലൈക്ക് ക്ലാസ്, ദെൻ യു ഹാവ് ഒബ്ജക്റ്റ്, പിന്നെ നമുക്ക് കുറേ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ കുറേ ഫീച്ചേഴ്സ്, എൻകാപ്സുലേഷൻ, ദെൻ യു ഹാവ് ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം, ദെൻ അബ്സ്ട്രാക്ഷൻ. Okay, and these are the features. Abstraction, these are the features of object oriented programming.
അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഇതൊക്കെ എന്താണെന്ന് നോക്കും. ഹൗ ടു ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ്, ഹൗ ടു ക്രിയേറ്റ് എ ക്ലാസ്, ഹൗ ടു ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്താണ് ഒരു ക്ലാസ് എന്നുള്ളത്. ഓക്കെ, ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിനകത്ത് ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ ബ്ലൂ പ്രിന്റ് ഫോർ ക്രിയേറ്റിംഗ് ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്കൊരു ക്ലാസ്സിന് നിങ്ങൾക്ക് യു ക്യാൻ കോൾ ഇറ്റ് ആസ് എ ബ്ലൂ പ്രിന്റ്. ഓക്കെ, ദെൻ ദിസ് ക്ലാസ് ഡിഫൈൻസ് ഓൾ ദ പ്രോപ്പർട്ടീസ്. നേരത്തെ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടീസ്, ലൈക്ക് നമ്മളൊരു കാറിൻ്റെ കേസ് എടുത്ത പോലെ അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ ഡിഫൈൻ ചെയ്യും, അതിൻ്റെ എല്ലാ ബിഹേവിയേഴ്സും. ആൻഡ് സോ ബിഹേവിയേഴ്സ് നമ്മളിവിടെ മെത്തേഡ്സ് എന്നാണ് പറയുന്നത്. ആ ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നിന്നും വരുന്ന ഒരു ഒബ്ജക്റ്റിന് എടുക്കാവുന്ന എല്ലാ പ്രോപ്പർട്ടികളും അതിൻ്റെ മെത്തേഡ്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു ഡോഗ് എന്ന് പറയുന്ന ഒരു ക്ലാസ് എടുക്കുക, എനി ക്ലാസ്, നിങ്ങൾക്ക് ഏത് ക്ലാസ് എടുക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ റെഫറൻസ് ഡോക്യുമെന്റിൽ നോക്കിയിട്ട് പറയുന്നത് അതിനകത്ത് ഡോഗ് ക്ലാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തായിരിക്കും ഈ ഡോഗ് ക്ലാസിൻ്റെ പ്രോപ്പർട്ടി. നമ്മളൊരു ഡോഗ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒബ്വിയസ്ലി അത് ഏത് ബ്രീഡിൽ പെട്ടതാണെന്നുണ്ടായിരിക്കും. വാട്ട് ഈസ് എ കളർ ഓഫ് ദ ഡോഗ്. ദെൻ പിന്നെ അതിൻ്റെ മെത്തേഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഹൗ ഇറ്റ് ബാർക്സ്, എങ്ങനെയാണ് അത് കുരയ്ക്കുന്നത്, ദെൻ ഹൗ ഇറ്റ് റൺസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ദീസ് ആർ കോൾഡ് മെത്തേഡ്സ് ആൻഡ് ദീസ് ആർ കോൾഡ് പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ക്ലാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും, ഒരു ബ്ലൂ പ്രിൻ്റ് ആയിരിക്കും. ഓർ നമ്മൾ പ്രോഗ്രാമിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ക്ലാസ് ഒരു ടൈപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് എ ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യും. ഇനി നമ്മൾ സ്പെസിഫിക്കലി നമ്മൾ ഡാർട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മളൊരു ക്ലാസ് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഡാർട്ടിൽ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡ് ക്ലാസ് എന്ന് പറയുന്ന കീവേഡാണ് ഉപയോഗിക്കുന്നത്, ക്ലാസ്. ദെൻ വാട്ട് ഈസ് ദ ക്ലാസ് നെയിം. ഓക്കെ, ദെൻ ഓപ്പൺ ദ കേർലി ബ്രേസ് ആൻഡ് ക്ലോസ് ദ കേർലി ബ്രേസ്. ഓക്കെ, അപ്പോൾ ഡാർട്ടിൽ ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ക്ലാസ് ഉപയോഗിക്കും. ദെൻ യു ക്യാൻ ഡിഫൈൻ ദ നെയിം ഓഫ് ദ ക്ലാസ്. ആൻഡ് ഒബ്വിയസ്ലി ഈ പേര് നെയിമിങ് കൺവെൻഷൻ ഉണ്ട്. അപ്പോൾ പേര് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന കൺവെൻഷൻ എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഉപയോഗിക്കുക ഈ പാസ്കൽ കേസാണ് ഉപയോഗിക്കുക. പാസ്കൽ കേസ്, ദാറ്റ് മീൻസ് നമ്മൾ ആദ്യത്തെ ലെറ്റർ എന്തായിരിക്കും, ക്യാപിറ്റൽ ആയിരിക്കും. രണ്ടാമതൊരു വാക്ക് എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എംപ്ലോയി എന്നൊരു ക്ലാസ് എഴുതി ഇങ്ങനെ. ഫോർ എക്സാമ്പിൾ എനിക്ക് വേറെ കാർ ഡീറ്റെയിൽസ് എന്നൊരു ക്ലാസ് എഴുതണം. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതും, ഡീറ്റെയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത് വാക്ക് വന്നപ്പോൾ അത് ക്യാപിറ്റലൈസ് ചെയ്തു. അപ്പോൾ ഈ ഒരു കൺവെൻഷനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് ഓർത്തിരിക്കുക. ദെൻ ഇറ്റ് വോണ്ട് സ്റ്റാർട്ട് വിത്ത് എ നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒബ്വിയസ്ലി ആ നെയിമിങ് കൺവെൻഷൻ ഇവിടെ ആപ്ലിക്കബിൾ ആയിരിക്കും. ദെൻ ഇവിടെ ക്ലാസ് എന്ന് പറയുന്നത് ഈസ് എ കീവേഡ്. രണ്ടാമത് എഴുതിയ ദിസ് തിങ് ഈസ് കോൾഡ് ക്ലാസ് നെയിം. ദെൻ ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഇതിനകത്ത് എഴുതുന്ന കാര്യങ്ങളാണ് എന്ത്, ഈ ക്ലാസിൻ്റെ പ്രോപ്പർട്ടീസും മെത്തേഡ്സും ഒക്കെ. അപ്പോൾ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമുക്ക് ഈ ഡോഗിൻ്റെ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഡോഗിന് ഒരു ബ്രീഡ് കാണും, ഡോഗിന് ഒരു കളർ ഉണ്ടായിരിക്കും. ഓക്കെ, ഡോഗിന് എന്തുണ്ടായിരിക്കും, ഹൗ ഇറ്റ് ബാർക്സ് ഉള്ള മെത്തേഡ് ഉണ്ടായിരിക്കും, അതെങ്ങനെ റൺ ചെയ്യുന്നുള്ള മെത്തേഡ് ഉണ്ടായിരിക്കും. ഇതെങ്ങനെ ഡിഫൈൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഡിഫൈൻ ബ്രീഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായിരിക്കും. ഓക്കെ, ഞാനിവിടെ ബ്രീഡ് ഡിഫൈൻ ചെയ്യുന്നത്, ബ്രീഡ് ഒരു സ്ട്രിങ് ആണ് നമ്മൾ അതിലേക്ക് വരിക. അപ്പോൾ ഞാൻ സ്ട്രിങ് ബ്രീഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തു. ഓക്കെ, ദിസ് എ പ്രോപ്പർട്ടി ആൻഡ് ദിസ് ആക്ച്വലി എ നോർമൽ വേരിയബിൾ ആണിത്, നമ്മൾ സാധാരണ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ക്ലാസ്സിനകത്ത് എഴുതിയപ്പോൾ നമ്മളതിനെ പ്രോപ്പർട്ടി എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫീൽഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ ക്ലാസ്സിൻ്റെ ഫീൽഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്നാ പറയുക. അപ്പോൾ ഇവിടെ ഞാനൊരു പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ കളർ വേണം. അപ്പോൾ ഞാൻ ഇവിടെ അടുത്ത പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്തു, കളർ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഐ നീഡ് ദ ഏജ് ഓഫ് ദിസ് ഡോഗ്. അപ്പോൾ ഞാൻ ഏജ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, വേറൊരു പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്തു. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്ത് വേണം, അപ്പോൾ ദീസ് തിങ്സ് ആർ കോൾഡ് പ്രോപ്പർട്ടീസ്. ഇനി നമുക്ക് ഇതിൽ രണ്ട് മെത്തേഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹൗ ഇറ്റ് റൺസ് ആൻഡ് ഹൗ ഇറ്റ് ബാർക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഐ എം ഗോയിങ് ടു ഹാവ് എ മെത്തേഡ്. ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞതാണ്, വോയിഡ് ബാർക്ക് എന്ന് പറയുന്ന ഒരു മെത്തേഡ് എഴുതി. Okay, and I can have a print here, dog barks. Okay, and another method void run എന്ന് പറയുന്ന മെത്തേഡ് എഴുതി. ആൻഡ് ഹിയർ ഓൾസോ ഞാൻ എന്ത് ചെയ്തു, ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. ആൻഡ്
this thing is print dog runs എന്ന് പറഞ്ഞിട്ട് മെത്തേഡ് എഴുതി. ഓക്കെ, ദീസ് ആർ, അപ്പോൾ ഇതാണ് എന്ത് മെത്തേഡ്സ്. ഇത് ക്ലാസ്, ഇത് ആക്ച്വലി ദീസ് ആർ നോർമൽ ഫങ്ഷൻസ്. പക്ഷെ ഇതൊരു ക്ലാസ്സിനകത്ത് എഴുതുമ്പോൾ നമ്മൾ അതിനെ ആ ക്ലാസ്സിലെ മെത്തേഡ്സ് എന്നാണ് പറയുന്നത്. ബിഹേവിയർ. ഓക്കെ, ഈ ഒബ്ജക്റ്റിൻ്റെ ബിഹേവിയർ ആയിട്ടാണ് നമ്മളിതിനെ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ദീസ് ആർ കോൾഡ് പ്രോപ്പർട്ടീസ്, ദീസ് ആർ കോൾഡ് മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ദിസ് ഈസ് ഹൗ യു declare a class using the class keyword, then the class name, you can define the properties and methods. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം കൂടി എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ക്ലാസ് അനദർ എക്സാമ്പിൾ ഞാൻ ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് എഴുതി. ആൻഡ് ഐ നീഡ് ലെങ്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി വേണം, ലെങ്ത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, ഡബിൾ ലെങ്ത് എഴുതി. ആൻഡ് ഐ നീഡ് വിഡ്ത്ത് ഓർ ബ്രെഡ്ത്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അപ്പോൾ ഞാൻ വിഡ്ത്ത് എഴുതി. ആൻഡ് ഐ നീഡ് ടു കാൽക്കുലേറ്റ് ദ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ആൻഡ് യു ക്യാൻ ഹാവ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ലൈക്ക് ദിസ് മെത്തേഡ് എഴുതാം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഡബിൾ ടൈപ്പിൽ ഡബിൾ കാൽക്കുലേറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു മെത്തേഡ് എഴുതി. ആൻഡ് ദിസ് തിങ് ഈസ് ആക്ച്വലി റിട്ടേൺ ലെങ്ത് ഇൻ ടു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഞാനിവിടെ എന്ത് ചെയ്തു എഴുതി. Let me have this thing. 0.5 കൊടുക്കണം. ഓക്കെ, അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഇത് വിഡ്ത്ത് എന്ന് ഞാൻ എഴുതിയത് ബ്രെഡ്ത്ത് എന്നാണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ഡബിൾ, ദിസ് ഈസ് ഡബിൾ, ആൻഡ് വാട്ട് ഈസ് ഹിയർ, ഡബിൾ കാൻ ബി അസൈൻഡ് ടു ദ പാരാമീറ്റർ ടൈപ്പ് നൗ. ഓക്കെ, ആൻഡ് put an exclamatory mark here. Okay, now it is null aware operator കൊടുത്തു. അപ്പോൾ ഇതാണ് എന്ത്, ദിസ് ഈസ് ഹൗ യു ഡിക്ലെയർ എ ക്ലാസ്. ആൻഡ് യു ക്യാൻ ഡിക്ലെയർ എനി ക്ലാസ് ലൈക്ക് ദിസ്. ഏത് ക്ലാസ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ്സ് ആക്ച്വലി എ ബ്ലൂ പ്രിൻറ്റ്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തില്ല, നമ്മളൊരു ബ്ലൂ പ്രിൻറ്റ് മാത്രമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് നമ്മളിപ്പോൾ ഒരു യു ആർ ഗോയിങ് ടു ബിൽഡ് എ ഹൗസ്, നമ്മളൊരു വീട് വെക്കാൻ പോകുകയാണ്, ബിൽഡ് ഹൗസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി എന്തുണ്ടായിരിക്കും, വി ഹാവ് എ പ്ലാൻ. നമുക്കിവിടെ എക്സാക്ട്ലി ഒരു പ്ലാൻ കാണും, എന്തായിരിക്കും അതിൻ്റെ ടോട്ടൽ ഏരിയ. ഓക്കെ, ദെൻ ഹൗ മെനി റൂംസ് ആർ ദർ, എത്ര റൂംസ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ അങ്ങനത്തെ കുറേ പ്രോപ്പർട്ടീസ് അതിനകത്ത് നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് നമ്മളൊരു പ്ലാൻ മാത്രമാണ്. ഈ ആക്ച്വലി ഈ സാധനം എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ ഹൗസ് എന്ത് ചെയ്യുന്നില്ല, ഇൻ റിയൽ വേൾഡ് അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആ റിയൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ എൻറ്റിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്ലാൻ വെച്ചിട്ട് ഈ പ്ലാൻ വെച്ചിട്ട് സപ്പോസ് ഞാനൊരു 100 വില്ലാസാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സെയിം എക്സാക്ട് ഐഡൻറ്റിക്കൽ വില്ലാസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ 100 പ്ലാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരേപോലത്തെ സാധനമാണ്. 100 പ്ലാൻ ഞാൻ വരക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, ഒറ്റ പ്ലാനേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് ഒബ്ജക്ട്സ്. ഈ ഒരു പ്ലാൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എത്ര ഒബ്ജക്ട്സ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ഈ പ്രോഗ്രാമിങ്ങിലേക്ക് എന്ത് ചെയ്തത്, ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി എങ്ങനെയായിരിക്കും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അപ്പോൾ ക്ലാസ് എന്താണെന്നൊരു ഐഡിയ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. എനി ക്ലാസ്, യു ക്യാൻ ക്രിയേറ്റ് എ പേഴ്സൺ ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എനി ക്ലാസ്, സിമ്പിളി ഈ സിൻടാക്സ് ഒന്ന് പഠിക്കാൻ വേണ്ടി, സിമ്പിളാണ് ഇത് പഠിക്കാൻ വേണ്ടി, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനിയുള്ളത് ഹൗ ക്യാൻ യു ക്രിയേറ്റ് ഒബ്ജക്റ്റ് ഓഫ് ദിസ് ക്ലാസ്. ഇവിടെ ഞാൻ രണ്ട് ക്ലാസ് ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഏരിയ എന്നുള്ള ക്ലാസ്സും വേറൊന്ന് ഡോഗ് എന്ന് പറയുന്നൊരു ക്ലാസ്സും. സോ ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ മെയിൻ ഡോട്ടിൽ വന്നിട്ട് നമുക്കറിയാം മെയിൻ ഫങ്ഷൻ വേണം, വോയിഡ് മെയിൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഐ നീഡ് ടു ക്രിയേറ്റ് ഒബ്ജക്റ്റ് ഓഫ് ദാറ്റ് ക്ലാസ്. ഇപ്പോൾ നമ്മൾ ഒരു സ്ട്രിങ് വേരിയബിൾ എഴുതുകയാണ്, സ്ട്രിങ് എഫ് നെയിം എന്ന് എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിലേക്ക് ഒരു എന്ത് അസൈൻ ചെയ്തു, ഒരു പേര് അസൈൻ ചെയ്തു. ഇങ്ങനെ ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത്, ദീസ് തിങ്സ് ആർ ആക്ച്വലി ക്ലാസ്സസ്. ഇത് എന്തായിരിക്കും, ഇവിടെ കണ്ടോ, ദീസ് ആർ ക്ലാസ്സസ്. പക്ഷേ ഇത് ബിൽറ്റ് ഇൻ ക്ലാസ്സസ് ആണ്. അപ്പോൾ നമ്മൾ ബിൽറ്റ് ഇൻ ക്ലാസ്സിൻ്റെ ഓരോ ഒബ്ജക്റ്റാണ് സത്യത്തിൽ ഇവിടെ എന്ത് ചെയ്തത്, ആക്ച്വലി ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ നമ്മൾ എഴുതിയ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒബ്ജക്ട്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഒബ്ജക്റ്റ് ക്രിയേഷൻ ആണ്.
ക്രിയേഷൻ. ക്ലാസ് ഡിഫൈൻ ചെയ്ത് നമ്മൾ പഠിച്ചു. ഒബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? വി നീഡ് ടു ക്രിയേറ്റ് ഒബ്ജക്ട്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെയായിരിക്കും നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ്? എന്താണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിയൽ വേൾഡ് എൻറ്റിറ്റി ആണ്. അതിനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഈസ് ആക്ച്വലി ഇൻ ഒബ്ജക്റ്റ് കൊണ്ട് പ്രോഗ്രാമിങ്ങിൽ ഒബ്ജക്റ്റിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് സെൽഫ് കണ്ടെയ്ൻഡ് യൂണിറ്റ് ഓഫ് കോഡ് ആൻഡ് ഡാറ്റ ആണ് എന്ത് ആക്ച്വലി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സെൽഫ് കണ്ടെയ്ൻഡ് യൂണിറ്റ് ഓഫ് കോഡ് ആൻഡ് ഡാറ്റ, ഇതാണ് ആക്ച്വലി എന്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്ട്സ് ആർ ക്രിയേറ്റഡ് ഫ്രം ക്ലാസസിന്റെ ഇൻസ്റ്റൻസുകളാണ് ആക്ച്വലി എന്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്തായിരിക്കും? പ്രോപ്പർട്ടീസ്, മെത്തേഡ്സ് ആയിരിക്കും. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് എന്ത് കാണും? ആ ക്ലാസ്സിൽ ആ ബ്ലൂ പ്രിന്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത എല്ലാ പ്രോപ്പർട്ടീസും മെത്തേഡ്സും ആർക്കുണ്ടായിരിക്കും? ആ ക്ലാസ്സിന്റെ ഒബ്ജക്റ്റുകൾക്ക് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഒബ്ജക്റ്റിനെ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് എന്ന് പറയാം. ഓക്കെ, ഒരു ക്ലാസിന്റെ ഒരു ഇൻസ്റ്റൻസ് ആണെന്ത് ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സിമ്പിളാണ്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് നമ്മളുടെ ഈ അനിമൽ ഡോഗ് ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ഇവിടെ സ്ട്രിങ് എന്ന് എഴുതിയിട്ട് സ്ട്രിങ് ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ബിൽറ്റ് ഇൻ ക്ലാസ്സിൻ്റെ സ്ട്രിങ് എന്നൊരു തുടങ്ങും നമ്മൾ. അത് ടൈപ്പായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു എന്ത് ക്ലാസ് ഈസ് എ ടൈപ്പ്, ഒരു ടൈപ്പ് തന്നെയാണത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഇവിടെ വന്നിട്ട് എനിക്ക് ഡോഗാണ് വേണ്ടെങ്കിൽ ഡോഗ് എന്ന ക്ലാസ്സിനെ ഞാൻ കോൾ ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ വന്നിട്ട് ഡോഗ് 1 എന്ന് എഴുതി ഈക്വൽ ടു ഡോഗ്. ദിസ് ഈസ് എ സിൻടാക്സ് ആൻഡ് യു ഹാവ് എറേഴ്സ്. എന്തായിരിക്കും എറർ? ഇതൊരു സ്റ്റാൻഡ് അലോൺ ലൈബ്രറിയാണ്, ഇത് വേറൊരു സ്റ്റാൻഡ് അലോൺ ലൈബ്രറിയാണ്. ഇവിടെ ഈ ക്ലാസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഇത് വേറൊരു ലൈബ്രറിയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇത് ഇവിടെ ഈ സ്ഥലത്തു നിന്നാണ് ഇത് വരുന്നത് എന്നുള്ള കാര്യം ഇവിടെ എന്ത് ചെയ്യണം? വി നീഡ് ടു സ്പെസിഫൈ ദിസ് തിങ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? യു നീഡ് ടു ഇമ്പോർട്ട് എന്ത് ചെയ്യേണ്ടി വരും? നമ്മളുടെ ഈ ക്ലാസ്സിന് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഇമ്പോർട്ട് ചെയ്യാം ലൈക്ക്. അതല്ലെങ്കിൽ അവിടെ എഴുതി കൊടുക്കാം. ഇപ്പോൾ എറർ പോയിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് എന്ത് ഈ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ദിസ് തിങ് ഈസ് കോൾഡ് ക്രിയേഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ്. ഇതിനെ വിളിക്കുന്ന പേര് ഇൻസ്റ്റാൻഷിയേഷൻ എന്നാണ്. അതായത് ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റാൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് ആൻ ഒബ്ജക്റ്റ്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ ഇൻസ്റ്റാൻഷിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത്, നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ ഡോഗ് ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. വാട്ട് അബൌട്ട് നമ്മളുടെ ഏരിയ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഏരിയ എന്ന് വിളിച്ചു. ഞാനിവിടെ എന്ത് ചെയ്തു? ഏരിയ 1 ഈക്വൽ ടു ഏരിയ എന്നെഴുതി. ഓക്കെ, ഇതാണ് എന്ത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് പറ്റും? ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെൽഫ് കണ്ടെയ്ൻഡ് ബ്ലോക്ക് ഓഫ് ഡാറ്റ ആൻഡ് കോഡ് എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന് ആ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്ത എല്ലാ പ്രോപ്പർട്ടീസും മെത്തേഡ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ലെറ്റ് മീ ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡോഗ് 1 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രോപ്പർട്ടി ആക്സസ് ചെയ്യാം, അതിൻ്റെ മെത്തേഡ് ആക്സസ് ചെയ്യാം. ഡോഗ് 1 ഡോട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? യു ക്യാൻ ആക്സസ് ദ ബ്രീഡ് ലൈക്ക് ദിസ്. ഓക്കെ, ഐ ക്യാൻ ഹാവ് അസൈൻ എ വാല്യൂ ജർമ്മൻ. ഓക്കെ, യു ക്യാൻ ഹാവ് എനി ബ്രീഡ് ഹിയർ. ആൻഡ് ഇവിടെ വന്നിട്ട് അടുത്തത് ഞാൻ എന്ത് ചെയ്തു? ഡോഗ് 1 ഡോട്ട് കളർ. ആൻഡ് യു ക്യാൻ ഹാവ് ഹൗ ഇറ്റ് ബോക്സ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾക്കത് എങ്ങനെ ബാക്ക് ചെയ്യുന്നു എന്നുള്ള മെത്തേഡ് ആക്സസ് ചെയ്യണം. ഡോഗ് 1 ഡോട്ട് യു ഹാവ് ബാക്ക്, ദെൻ ഡോഗ് 1 ഡോട്ട് ഹൗ ഇറ്റ് റൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒബ്ജക്റ്റ് ഡോട്ട് അതിൻ്റെ പ്രോപ്പർട്ടി, ഒബ്ജക്റ്റ് ഡോട്ട് അതിൻ്റെ മെത്തേഡൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. ദിസ് തിങ് ഈസ് ആക്ച്വലി അസൈൻമെൻറ്റ്. അതായത് സെൽഫ് കണ്ടെയ്ൻഡ് യൂണിറ്റ് ഓഫ് കോഡാണ്. ഇതിലേക്ക് അതായത് ഈ ഇൻസ്റ്റൻസിലെ ബ്രീഡ് എന്ന് പറയുന്നത് ജർമ്മനായിട്ട് ഞാൻ സെറ്റ് ചെയ്തു. ഈ ഇൻസ്റ്റൻസിൻ്റെ കളർ എന്ന് പറയുന്നത് എന്ത് ചെയ്തു? ബ്ലാക്ക് ആയിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ഇത് ആക്ച്വലി എവിടെ ഉണ്ടായിരിക്കും? ഈ ഇൻസ്റ്റൻസിൻ്റെ കയ്യിലുള്ള ഈ വേരിയബിളിലേക്ക് അത് സെറ്റ് ആവും. ആ ഇൻസ്റ്റൻസിൻ്റെ കയ്യിലുള്ള ഈ വേരിയബിളിലേക്ക് അത് സെറ്റ് ആവും. അങ്ങനെയായിരിക്കും ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് ഒബ്ജക്റ്റ്. ഇവിടെ നിങ്ങൾക്ക് ഇതേ കാര്യം ഞാൻ കോപ്പി ചെയ്തിട്ട് വേറൊരു ഒബ്ജക്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് തിങ് ഈസ് കോൾഡ് ഡോഗ് 2. ഓക്കെ,
ആൻഡ് ഇനി എന്തുണ്ട്, ഡോഗ് ടു ഡോട്ട് ബ്രീഡ് നമുക്ക് സെറ്റ് ചെയ്യാം, ഡോഗ് ടു ഡോട്ട് കളർ സെറ്റ് ചെയ്യാം, അതൊക്കെ ചെയ്യാം. ഇത് രണ്ടും രണ്ടാണോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഡോഗ് വൺ എന്ന് പറയുന്നതും ഡോഗ് ടു എന്ന് പറയുന്നതും രണ്ടും രണ്ടായിരിക്കും. രണ്ടിനും എന്തുണ്ടായിരിക്കും, ഈ പറയുന്ന ബ്ലൂ പ്രിന്റിൽ പറയുന്ന പ്രോപ്പർട്ടീസും മെത്തേഡ്സും ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, പ്രിന്റ് ഡോഗ് വൺ ഡോട്ട് റൺ ടൈം ടൈപ്പ് ഉണ്ട്, ഹാഷ് കോഡ് വിളിക്കാം, ഹാഷ് കോഡ് ഓക്കെ. ദെൻ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ നമുക്ക് രണ്ടാമത്തെ ഇൻസ്റ്റൻസും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം, ലൈക്ക് ദിസ് പ്രിന്റ് ഡോഗ് ടു ഡോട്ട് യു ക്യാൻ ഹാവ് ഹാഷ് കോഡ്. ഓക്കെ, ഹാഷ് കോഡ് മീൻസ് ആ മെമ്മറി അഡ്രസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് റൺ ചെയ്യണമെങ്കിലോ നമ്മളിവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഡോട്ട് മെയിൻ ഡോട്ട് ഡോട്ട്. അപ്പോൾ ഞാൻ റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടോ ഇവിടെ രണ്ട് നമ്പേഴ്സ് വന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് ദീസ് ടു നമ്പേഴ്സ് ആർ ഡിഫറെൻറ്റ്. ദാറ്റ് മീൻസ് രണ്ട് ഇൻസ്റ്റൻസ് രണ്ട് ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷനിൽ വിത്ത് അതിൻ്റെ പ്രോപ്പർട്ടീസും മെത്തേഡ്സും ഒക്കെ ആ ഇൻസ്റ്റൻസിൽ ഉണ്ടായിരിക്കുന്ന അർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് പ്രിന്റ് ചെയ്യണമെങ്കിലോ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പ്രിന്റ് ഇപ്പോൾ ഡോഗ് വൺ ഡോട്ട് ബ്രീഡ് ഞാൻ പ്രിന്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, നമ്മൾ സെറ്റ് ചെയ്ത വാല്യൂ കിട്ടും. പ്രിന്റ് ഡോഗ് വൺ ഡോട്ട് ഡോഗ് വൺ ഡോട്ട് കളറും പ്രിന്റ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇത് നമ്മളെ മെത്തേഡിൽ നിന്ന് വന്നതാണ്, സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് പ്രിന്റ് ചെയ്യുന്നുണ്ട്. നൗ യു ക്യാൻ സീ ദാറ്റ് വാല്യൂസ് ഹിയർ ലൈക്ക് ദിസ്. ആ രണ്ട് വാല്യൂ നമുക്കിവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വി ആർ ആക്ച്വലി ക്രിയേറ്റിംഗ് ആൻ ഒബ്ജക്റ്റ്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഇൻസ്റ്റാൻഷിയേഷൻ. ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻസ്റ്റാൻഷിയേഷൻ എന്ന് വിളിക്കുന്നത്. യു ക്യാൻ ട്രൈ എനി ക്ലാസ്, ക്രിയേറ്റ് എനി ക്ലാസ്, ദെൻ അതിൻ്റെ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്ത് നോക്കുക, അതിലേക്ക് വാല്യൂ സെറ്റ് ചെയ്ത് നോക്കുക, അതിലൊരു മെത്തേഡ് എഴുതിയിട്ട് ആ മെത്തേഡിനെ ഒബ്ജക്റ്റ് ഡോട്ട് പ്രോപ്പർട്ടീസ് ഒബ്ജക്റ്റ് ഡോട്ട് മെത്തേഡ്സുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ. നമുക്ക് എന്താണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് നോക്കാം. കൺസ്ട്രക്ട് എന്ന് പറയുന്നത് ഇപ്പോൾ സത്യത്തിൽ നമുക്ക് ഇവിടെ ഞാൻ ഇതിനകത്തുള്ള ഈ മെയിൻ ഫംഗ്ഷനകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം മുതൽ കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടി എഴുതാം. ഓക്കെ, അപ്പോൾ ഒരു കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ആക്ച്വലി ക്ലാസിൻ്റെ അതേ പേരുള്ള മെത്തേഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺസ്ട്രക്റ്റഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം നമ്മുടെ ക്ലാസിൻ്റെ പേര് ഡോഗ് എന്നാണ്. ഇതിനകത്ത് നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്, ഇവിടെ കാണാം. ബാർക്ക് എന്ന് പറയുന്ന മെത്തേഡും റൺ എന്ന് പറയുന്ന വേറൊരു മെത്തേഡും ഉണ്ട്. ദീസ് ആർ നോട്ട് കൺസ്ട്രക്ടേഴ്സ്, ദീസ് ആർ ആക്ച്വലി നോർമൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ നോർമൽ മെത്തേഡ്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ കൺസ്ട്രക്റ്റഡ് മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതിയത് ഡോഗ് വൺ ഈക്വൽ ടു ഡോഗ് എന്നാണ് എഴുതുന്നത്. ആൻഡ് ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആണ് ഈ ഒരു നൊട്ടേഷൻ. ദാറ്റ് മീൻസ് ഇവിടെ എന്തുണ്ട്, നമ്മളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന ഈ രീതിയിലായിരിക്കും. അപ്പോൾ ഇതൊരു ആക്ച്വലി ഒരു ഫംഗ്ഷൻ കോളാണ് ആക്ച്വലി ഇത്. അപ്പോൾ ഈ ഫംഗ്ഷൻ എവിടെ, അതായത് നമ്മളിവിടെ എഴുതിയിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി, ഈ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്, കൺസ്ട്രക്റ്റഡ് മെത്തേഡ് എന്നുള്ളത്. നിങ്ങൾ കൺസ്ട്രക്റ്റഡ് മെത്തേഡ് എഴുതിയില്ലെങ്കിലും ബൈ ഡീഫോൾട്ടായിട്ട് എന്തുണ്ട്, ഒരു ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ട്. ആ കൺസ്ട്രക്ടറാണ് നമ്മൾ എവിടെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ കൺസ്ട്രക്ടർ ഈസ് എ സ്പെഷ്യൽ മെത്തേഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇനീഷ്യലൈസിങ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പെഷ്യൽ മെത്തേഡിനെയാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി ആരെയായിരിക്കും കോൾ ചെയ്യുന്നത്, കൺസ്ട്രക്ടഡ് മെത്തേഡിനെയാണ് കോൾ ചെയ്യുന്നത്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഒന്ന്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. വേറൊന്ന്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനീഷ്യൽ വാല്യൂ അതായത് ഇത്രേ ഉള്ളൂ, പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യാൻ പറ്റും, ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും ത്രൂ കൺസ്ട്രക്ടർ വഴി നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ പക്ഷെ നമ്മളിവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് വരുന്നുണ്ടായിരിക്കും, ഇവിടെ ഞാൻ ആ കൺസ്ട്രക്ടർ എഴുതിയിട്ടില്ലല്ലോ, എന്നിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഡീഫോൾട്ട് കൺസ്ട്രക്ടറാണ്, നമ്മൾ എഴുതിയില്ലെങ്കിലും എന്തായിരിക്കും, ഇത് നിങ്ങൾക്ക് ആക്സസിബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്തിനാ ഉപയോഗിക്കാന്ന് പറഞ്ഞു, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ പരിപാടിക്കാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു, ഇതിലേക്ക് വാല്യൂ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു, ഡോഗ് വൺ ഡോട്ട് അതിൻ്റെ ബ്രീഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ സെറ്റ് ബ്രീഡ്.
ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്തു, ഐ ജസ്റ്റ് സെറ്റ് എ ബ്രീഡ്. ഇവിടെ നമ്മളൊരു വാല്യൂ സെറ്റ് ചെയ്തു. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്താണ്, കൺസ്ട്രക്ടർ ത്രൂ അല്ല സെറ്റ് ചെയ്തത്, ഇത് നമ്മൾ ഡയറക്റ്റ് പ്രോപ്പർട്ടി സെറ്റ് ചെയ്യണം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസ്ട്രക്ടർ ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ കൺസ്ട്രക്ടർ ഇവിടെ എഴുതണം. എങ്ങനെ എഴുതും, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് കൺസ്ട്രക്ടർ എഴുതാം. ഡീഫോൾട്ട് കൺസ്ട്രക്ടറാണ്. ഈ കൺസ്ട്രക്ടർ എഴുതണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുക നോക്കാം. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, യു നീഡ് ടു റൈറ്റ് ദ കൺസ്ട്രക്ടർ ഹിയർ ലൈക്ക് ദിസ് ഡോഗ്. ഓക്കെ, എന്നിട്ട് ഞാൻ സെമി കോളൻ ഇട്ടു. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ദിസ് ഡോട്ട് ബ്രീഡ് കോമ ദിസ് ഡോട്ട് ഏജ് ആൻഡ് ദിസ് ഡോട്ട് സ്ട്രിങ് എന്ന് കളർ എന്ന് എഴുതി. ഇനി നമ്മൾ ഇവിടെ വന്നാൽ നമുക്ക് എറർ ഉണ്ടായിരിക്കും. ബിക്കോസ് ഇതിന് എന്തുണ്ട്, നമ്മൾ ഫംഗ്ഷൻ പഠിച്ചാണ്, ഇതൊരു നോർമൽ ഫംഗ്ഷൻ ആണ്. ആൻഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ ഇതൊരു സ്പെഷ്യൽ ഫംഗ്ഷൻ ആണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ സെമി കോളനൊക്കെ ഇട്ടത്. ഇതിന് ബോഡി ആവാട്ടോ. ഇവിടെ എങ്ങനെ എന്ത് ചെയ്യാം, നോർമലി നമ്മൾ എഴുതാറില്ല. ഇവിടെ ബോഡി ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഞാൻ പ്രിന്റ് എഴുതുകയാണ്. അതായത് എവറി ടൈം നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൺസ്ട്രക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്ട്രക്ടർ ഈസ് കോൾഡ് എന്ന് എനിക്ക് പ്രിന്റ് ചെയ്ത് കിട്ടണം. ഓക്കെ, ഫോർമാറ്റ് ചെയ്യാവുന്നത്, ഇവിടെ നിന്ന് ഫോർമാറ്റ് ചെയ്തു. ഓക്കെ, നൗ കം ഹിയർ. ഇവിടെ ഒന്ന് നോക്കിയാൽ കാണാം, യു ഹാവ് ആൻ എറർ ഹിയർ. ദാറ്റ് ഈസ് എന്തുണ്ടായിരിക്കും, നമ്മളുടെ കൺസ്ട്രക്ടറിന് 3 പാരാമീറ്റർ ഉണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, വി ഹാവിൻറ്റ് പാസ് ദാറ്റ് വാല്യൂസ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, പാസ് ചെയ്യണം. എന്ത് ഓർഡറിൽ, പൊസിഷണൽ ആർഗ്യുമെന്റ്സ് ആണ്. ആദ്യം ബ്രീഡ്, തന്നെ ഏജ്, കളർ, ഇത് പാസ് ചെയ്യണം. ഇവിടെ ഞാൻ വന്നിട്ട് എന്ത് ചെയ്തു, ബ്രീഡ് സ്ട്രിങ് ആണ്, കളർ സ്ട്രിങ് ആണ്. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഈസ്, ഐ തിങ്ക് സെക്കൻഡ് വൺ ഈസ് ഏജ് ആണെന്ന് തോന്നുന്നു അല്ലേ, ഏജ് ഇൻറ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഏജ് എന്ന് പറയുന്നത് 2 years ആണ് എന്ന് പറഞ്ഞു. നൗ നമുക്ക് എന്ത് കിട്ടി, ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഇതെന്തായി ഹാപ്പൻ ചെയ്തത്, ഞാൻ ത്രൂ ദ കൺസ്ട്രക്ടർ വാല്യൂസ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ഇൻസ്റ്റൻസിൻ്റെ കയ്യിലുള്ള ഈ പറയുന്ന പ്രോപ്പർട്ടിയിലേക്ക് എന്ത് ചെയ്യും, ബ്രീഡ് സെറ്റ് ആവും, ഏജിലേക്ക് നമ്മൾ പാസ് ചെയ്ത ഏജ് സെറ്റ് ആവും, കളറിലേക്ക് നമ്മൾ പാസ് ചെയ്ത കളർ എന്ത് ചെയ്യും, സെറ്റ് ആവും. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നേരത്തെ എഴുതിയ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ ഡോഗ് 1 ഡോട്ട് ബ്രീഡ് പ്രിന്റ് ചെയ്യണം. ദെൻ അല്ല, നമുക്ക് ഇവിടെ ഒരു മെത്തേഡ് എഴുതാം ഈ ക്ലാസ്സിനകത്ത്. ഇവിടെ എന്തുണ്ട്, ഇതിൻ്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു മെത്തേഡ് എഴുതുന്നുണ്ട്, നോർമൽ മെത്തേഡ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, വോയിഡ് പ്രിന്റ് ഡാറ്റ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് എഴുതി. ഇവിടെ എനിക്ക് എന്ത് ചെയ്യണം, ഐ നീഡ് ടു പ്രിന്റ് ദ ഡീറ്റെയിൽസ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം. എങ്ങനെയൊക്കെ പ്രിന്റ് ചെയ്യുക, യൂസിങ് ദ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് യു ക്യാൻ ഹാവ് ദ ഡോഗ് breed is taller breed. ഓക്കെ, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളർ പ്രിന്റ് ചെയ്യാം. ദെൻ യു ക്യാൻ ഹാവ് ദ ഏജ് ഞാൻ പ്രിന്റ് ചെയ്തു. നൗ നിങ്ങൾക്ക് ഈ ഒബ്ജക്റ്റ് ഡോട്ട് എന്ത് വിളിക്കാം, ദാറ്റ് മീൻസ് ഡോഗ് 1 ഡോട്ട് ആരെ വിളിക്കാം, പ്രിന്റ് ഡാറ്റയെ വിളിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു, കൺസ്ട്രക്ടർ എഴുതി, ഇവിടെ നമ്മൾ കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്തു. ഇനീഷ്യലി ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, എനിക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, കൺസ്ട്രക്ടർ ഈസ് കോൾഡ് എന്ന് വന്നു. എന്നിട്ട് നമ്മൾ ഈ വാല്യൂ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്ത് കിട്ടുമ്പോൾ ഞാൻ അത് ക്ലിയർ ചെയ്തു. നൗ യു ക്യാൻ സി ദ കൺസ്ട്രക്ടർ ഈസ് കോൾഡ്, ദ ഡോഗ് ബ്രീഡ് ഈസ് വേണ്ടത് വന്നു, കളർ വന്നു, ഏജും വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ത്രൂ ദ കൺസ്ട്രക്ടർ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യുന്നത്. അതായത് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ വഴി നമ്മൾ എന്ത് ചെയ്തു, പൊസിഷണൽ ആർഗ്യുമെൻ്റ് ആയിട്ട് എന്ത് ചെയ്തു, വാല്യൂ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്തു. ഓക്കെ, ആൻഡ് ഇനി നോർമലി നമ്മൾ എഴുതുമ്പോൾ ഈ കൺസ്ട്രക്ടറിന് എന്തുണ്ടായിരിക്കില്ല, ബോഡി ഉണ്ടായിരിക്കില്ല, ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഓക്കെ, പക്ഷേ എവറി ടൈം നമ്മൾ കൺസ്ട്രക്ടർ കോൾ ചെയ്ത് ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, യു നീഡ് ടു സ്പെസിഫൈ. പക്ഷെ നോർമലി എന്തുണ്ടായിരിക്കില്ല, അതിന് ബോഡി ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത്, നമ്മൾ ചെയ്തത് ഒരു കൺസ്ട്രക്ടർ എഴുതിയിട്ട് ത്രൂ ദാറ്റ് കൺസ്ട്രക്ടർ നമ്മൾ പ്രോപ്പർട്ടി സെറ്റ് ചെയ്തു. നമുക്ക് ഒരു ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ഇതെങ്ങനെയാണെന്ന് നോക്കുക. ഇതിൻ്റെ കൺസ്ട്രക്ടർ എഴുതണമെങ്കിൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ആ ഫംഗ്ഷൻ ക്ലാസിൻ്റെ അതേ പേരിൽ എന്ത് ചെയ്യുക, ഒരു മെത്തേഡ് എഴുതുക, ലൈക്ക് ദിസ്, പുട്ട് എ സെമി കോളൺ, ദെൻ പാസ് ദ പ്രോപ്പർട്ടീസ്. ത്രൂ കൺസ്ട്രക്ടർ നമുക്ക് സെറ്റ് ചെയ്യേണ്ട പ്രോപ്പർട്ടിയൊക്കെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, യു ക്യാൻ പാസ്. ഓക്കെ, ഇനി നമ്മളിവിടെ വന്നിട്ട് ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം, ഏരിയ ഈക്വൽ ടു ഏരിയ.
ഇവിടെ എന്ത് ചെയ്യണം, ലെങ്ത്ത് ഞാൻ 5 എന്ന് പാസ് ചെയ്തു, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4 എന്നും പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ ഒക്കെ എവിടെ വരും, കൺസ്ട്രക്ടർ ത്രൂ എന്ത് ചെയ്യും, ഇവിടെ വരും. ഇത് ഇവിടെ ഈ ക്ലാസ്സിലേക്കല്ല വരിക, ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിൻ്റെ കയ്യിൽ എന്തുണ്ട്, എല്ലാ ഒബ്ജക്റ്റുകൾക്കും പ്രോപ്പർട്ടി, അതത് പ്രോപ്പർട്ടിയും അതത് മെത്തേഡ്സും ഉണ്ട്, ആ ഇൻസ്റ്റൻസിലേക്കാണ് വരിക. ഇനി എന്ത് ചെയ്യണം, ഈ ഏരിയ ഡോട്ട് എന്ത് വിളിക്കാൻ പറ്റും, ഏരിയ ഡോട്ട് കാൽക്കുലേറ്റ് ഏരിയനെ കോൾ ചെയ്തു. ഓക്കെ, ലെറ്റ്സ് റൺ ദിസ്. നമ്മളിത് റൺ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും, എന്താ വരാൻ, നമ്മൾ പ്രിന്റ് ചെയ്തിട്ടില്ല അല്ലേ. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി ഇവിടെ റിട്ടേൺ ടൈപ്പ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, ഡബിൾ ഏരിയ ഈക്വൽ ടു, ഇത് ഒരേ പേര് കൊടുക്കരുത് കേട്ടോ, ബിക്കോസ് അത് നമ്മൾ ക്ലാസിൻ്റെ ഇൻസ്റ്റൻസിൻ്റെ പേരാണ്, ഒബ്ജക്റ്റിൻ്റെ പേരാണ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, യു ക്യാൻ പ്രിന്റ് ദാറ്റ് റിസൾട്ട്. ഓക്കെ, ബിക്കോസ് ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഒന്നും എഴുതിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും പ്രിന്റ് ചെയ്ത് കിട്ടാൻ. റൺ ചെയ്തു, നൗ യു ഗോട്ട് 20 ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് നമ്മൾ എന്ത് ചെയ്തു, 20 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വി ആർ ആക്ച്വലി ക്രിയേറ്റിംഗ് ഒബ്ജക്ട്സ്, ദെൻ ത്രൂ ദ കൺസ്ട്രക്ടർ വി ആർ പാസിംഗ് ദ വാല്യൂ. ഓക്കെ, സെറ്റിംഗ് ദ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ വഴി പൊസിഷണൽ ആർഗ്യുമെന്റ്സ് ആയിട്ട് വാല്യൂ സെറ്റ് ചെയ്തു. പൊസിഷണൽ ആർഗ്യുമെന്റ് എന്താണെന്നൊക്കെ നമ്മൾ ഫംഗ്ഷൻസിൽ പറഞ്ഞതാണ്. ഇതിൽ അസൈൻമെന്റ് ഹാപ്പൻ ചെയ്യുന്നത് പൊസിഷൻ നോക്കിയിട്ടാണെന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇതല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂ അസൈൻ ചെയ്യാം. അതൊന്ന് ഇപ്പം നെയിംഡ് കൺസ്ട്രക്ടർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ ഓപ്ഷണൽ പാരാമീറ്റേഴ്സ് ആയിട്ട് നമുക്ക് വാല്യൂ അസൈൻ ചെയ്യാം. ലെറ്റ് മീ റിമൂവ് എവറിത്തിങ് ഫ്രം ഹിയർ. എല്ലാ ക്ലാസ്സും റിമൂവ് ചെയ്തു ആൻഡ് റിമൂവ് എവറിത്തിങ്. അല്ലെ എല്ലാം കൂടി ഒന്നിച്ച് കിടക്കുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഐ ക്യാൻ ഡിഫൈൻ എ ക്ലാസ് ഹിയർ. ഒരു പുതിയ ക്ലാസ് ഉണ്ടാക്കി, സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഞാൻ എഴുതാം. ഓക്കെ, ആ ക്ലാസ്സിന് സ്റ്റുഡൻറ്റിന് എന്തുണ്ടായിരിക്കും, സ്റ്റുഡൻറ്റിന് ഒരു പേരുണ്ട്. സോ സ്റ്റുഡൻറ്റ് ഹാസ് എ നെയിം. Okay, then സ്റ്റുഡൻറ്റിന് let's define an age for the student, age. Okay, then സ്റ്റുഡൻറ്റിന് ഈ റോൾ നമ്പർ ഉണ്ട്, റോൾ നമ്പർ. ഓക്കെ, നൗ യു ക്യാൻ, നേരത്തെ പോലെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഡിഫൈൻ എ കൺസ്ട്രക്ടർ ലൈക്ക് ദിസ് സ്റ്റുഡൻറ്റ്, ആൻഡ് യു ക്യാൻ ഹാവ് ദിസ് ഡോട്ട് നെയിം കോമ ദിസ് ഡോട്ട് ഏജ് and this dot roll number. And what is this keyword? This എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ട്. ഇതെന്തായിരിക്കും this? അതായത് ഇത്രേ ഉള്ളൂ. ഈ ക്ലാസ്സിലെ ഈ ഇൻസ്റ്റൻസിലെ ഒരു ഇൻസ്റ്റൻസ് വേരിയബിളിനെ അതിനകത്ത് തന്നെ നമ്മൾ റെഫർ ചെയ്യുകയാണെങ്കിൽ അവിടെ ആയിരിക്കും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ദിസ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്. അതിനെ നമ്മൾ ഇതിനകത്ത് തന്നെ റെഫർ ചെയ്യുമ്പോൾ എന്ത് വിളിക്കും, ദിസ് എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ടാണ് വിളിക്കുക. ദിസ് ഡോട്ട് നെയിം, ദിസ് ഡോട്ട് ഏജ്, ദിസ് ഡോട്ട് റോൾ നമ്പർ. ഓക്കെ, ആൻഡ് ദിസ് കീവേഡ് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി നോക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പുട്ട് എ സെമി കോളൻ ഹിയർ. ഇനി നിങ്ങൾക്ക് സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം, ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ ഹാവ് എ മെത്തേഡ് ഹിയർ വോയിഡ് പ്രിന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മെത്തേഡ് എഴുതി ലൈക്ക് ദിസ്. ഇവിടെ എനിക്ക് എന്ത് ചെയ്യണം, സ്റ്റുഡൻറ്റിൻ്റെ പേര് എനിക്ക്, അല്ലെങ്കിൽ അയാളുടെ ഡീറ്റെയിൽസ് എനിക്ക് എന്ത് ചെയ്യണം, ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടണം. ഓക്കെ, ആൻഡ് ദിസ് തിങ് ഈസ് ആക്ച്വലി പ്രിന്റ് സ്റ്റുഡൻറ്റ് നെയിം ഈസ് എന്തായിരിക്കും നമുക്ക് വേണ്ടത്, ഡോളർ നെയിം. ഓക്കെ, ഇതേപോലെ നമുക്ക് നേരത്തെ ഇതേപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ ഏജ് വരണം, സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പറും വരണം. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ ചെയ്തത്. ഇനി ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മെയിൻ ഫംഗ്ഷൻ എഴുതി. ഓക്കെ, ദെൻ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനെ ഇവിടെ ഓൾറെഡി അവിടെ എന്ത് ചെയ്തു, ഇമ്പോർട്ട് വന്നു. ദെൻ S1 ഈക്വൽ ടു സ്റ്റുഡൻറ്റ്. നോ യു ക്യാൻ സി യു ഹാവ് നെയിംഡ് പൊസിഷണൽ ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആൻഡ് ഇനി നമ്മൾ പറയുന്നത് ഇത് പൊസിഷണൽ ആർഗ്യുമെന്റ്സ് അല്ല, അതിന് പകരം ഓപ്ഷണൽ ആർഗ്യുമെന്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, എനിക്കിതെല്ലാം ഓപ്ഷണൽ നെയിംഡ് പാരാമീറ്റർ ആക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കേളി ബ്രേസ്, നമ്മൾ ഫംഗ്ഷൻ പഠിച്ചതാണ്, നമ്മൾ കേളി ബ്രേസിൽ എഴുതി കൊടുത്തു.
നോ ഇവിടെ വന്നാൽ എന്തായിരിക്കും, ഇവിടെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഫസ്റ്റ് നമ്മൾ നെയിം എന്ന് കൊടുത്തു. നെയിം ക്യാൻ ബി, യു ക്യാൻ ഹാവ് എ നെയിം ഹിയർ, ദെൻ കോമ ഏജ് എന്ന് പറയുന്നത്, ദെൻ യുവർ റോൾ നമ്പർ, ആൻഡ് ഐ ക്യാൻ ഹാവ് എ റോൾ നമ്പർ ഹിയർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇത് ഓപ്ഷണൽ പാരാമീറ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, നിർബന്ധമൊന്നുമില്ല. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, S1 ഡോട്ട് പ്രിന്റ് ഡീറ്റെയിൽസിനെ കോൾ ചെയ്തു. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ സെയിം പേരിലല്ല, ഡിഫറെൻറ്റ് നെയിം ആയിരിക്കണം. S2 ക്രിയേറ്റ് ചെയ്തു, ആൻഡ് യു ക്യാൻ ഹാവ് അനദർ നെയിം ഹിയർ. ഓക്കെ, ആൻഡ് ദിസ് തിങ് ഈസ് 136 ആൻഡ് ഏജ് ഈസ് 33 34. ഓക്കെ, നൗ കം ഹിയർ. ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ രണ്ടാമത്തെ ആളുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, യു നീഡ് ടു സ്പെസിഫൈ ദാറ്റ് ഒബ്ജക്റ്റ്. S2 ഡോട്ട് പ്രിന്റ് ഡീറ്റെയിൽസിന് എന്ത് ചെയ്തു, കോൾ ചെയ്തു. ഓക്കെ, നൗ നമ്മളിവിടെ വന്നിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ സ്ക്രീൻ. ദെൻ നൗ യു ക്യാൻ സീ ദ ഫസ്റ്റ് സ്റ്റുഡൻറ്റ്, ദെൻ ദ സെക്കൻഡ് സ്റ്റുഡൻറ്റ്, ആൻഡ് വൈ ഇറ്റ് ഈസ് സ്റ്റുഡൻറ്റ് ഏജ് ഈസ് 34, സ്റ്റുഡൻറ്റ് റോൾ നമ്പർ. ഓക്കെ, ആൻഡ് ദിസ് തിങ് ഈസ്, ഇവിടെ ഇത് ഫസ്റ്റ് സ്റ്റുഡൻറ്റ്, ഇത് ഫസ്റ്റ് സ്റ്റുഡൻറ്റ്, ഇത് സെക്കൻഡ് സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ത്രൂ എന്താണ് സെറ്റ് ചെയ്തത്, ത്രൂ കൺസ്ട്രക്ടറിനെയാണ് വാല്യൂ സെറ്റ് ചെയ്തത്. പക്ഷേ നേരത്തെ ഇതും തമ്മിലുള്ള മാറ്റം ഇവിടെ എന്തായിരിക്കും, ഇവിടെ നമ്മൾ പൊസിഷണൽ ആർഗ്യുമെന്റ്സ് അല്ല, നെയിംഡ് പാരാമീറ്റർ ആണ് ഉപയോഗിച്ചത്. എന്ന് വെച്ചാൽ ഓപ്ഷണൽ ആണ്. ദാറ്റ് മീൻസ് ഇവിടെ എന്തില്ല, എനിക്ക് എന്ത് കൊടുക്കാതിരിക്കാം, ഇത് കൊടുക്കാതിരിക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും വരിക, നോ യു ഗോട്ട് നൾ ഹിയർ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, വാട്ട് ഇഫ് ദർ ഇസ് എ നൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം, ഐ നീഡ് ടു ഷോ നോട്ട് അസൈൻഡ് എന്ന് കാണിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഒന്നുകൂടി റൺ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാട്ടും, ഇവിടെ എന്ത് കിട്ടും, സ്റ്റുഡൻറ്റ് റോൾ നമ്പർ ഇസ് നോട്ട് അസൈൻഡ്. ദാറ്റ് മീൻസ് അതിൽ നള്ള് വന്നപ്പോൾ നമ്മളിവിടെ നൾ ഓപ്പറേറ്റർ ഉപയോഗിച്ചു, നള്ള് വന്നപ്പോൾ എന്ത് വരണം, നോട്ട് അസൈൻഡ് എന്ന് പറഞ്ഞു വരണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ത്രൂ കൺസ്ട്രക്ടർ ത്രൂ വാല്യൂ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പൊസിഷണൽ ആർഗ്യുമെന്റ്സ് അല്ല, നെയിംഡ് പാരാമീറ്റർ ആയിട്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ വാല്യൂ എന്ത് ചെയ്തത്, സെറ്റ് ചെയ്തത്, ലൈക്ക് ദിസ്. ഓക്കെ, ഇതിൽ തന്നെ നിങ്ങൾക്ക് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ട് എഴുതുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഡീഫോൾട്ട് വാല്യൂ ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഐ ക്യാൻ സെറ്റ് എ ഡീഫോൾട്ട് വാല്യൂ. ഏജ് എന്ന് പറയുന്നത് യു ക്യാൻ സെറ്റ് എ ഡീഫോൾട്ട്, ആൻഡ് റോൾ നമ്പർ എന്ന് പറയുന്നത് ഐ ക്യാൻ സെറ്റ് എ റോൾ ഡീഫോൾട്ട് വാല്യൂ. ഇതെന്തായിരിക്കും, ഇപ്പം ഞാനിവിടെ വന്നിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു റിമൂവ് ദിസ് തിങ്. ഇത് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ കൊടുക്കുകയാണ്, ഇവിടുന്ന് കളയുകയാണ്. ഓക്കെ, ഇനി എനിക്ക് എന്ത് വേണം, ഇവിടെ ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് എനി വാല്യൂ ഹിയർ. ഓക്കെ, ഞാനിവിടെ രണ്ടാമത്തെ ഒരു വാല്യൂ കൊടുത്തിട്ടില്ല, രണ്ടാമത്തെ ഒബ്ജക്റ്റിന്. എന്നിട്ട് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നൗ യു ക്യാൻ സീ ദ സെക്കൻഡ് വണ്ണിൽ കണ്ടില്ലേ, ഡീഫോൾട്ട് വാല്യൂസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ അസൈൻ ആയി വന്നിട്ടുണ്ട്. നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൺസ്ട്രക്ടറിനകത്ത് കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്തപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, വി ഹാവ് സം ഡീഫോൾട്ട് അസൈൻമെന്റ്സ് ഹിയർ. ഡീഫോൾട്ട് വാല്യൂ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ത്രൂ കൺസ്ട്രക്ടർ നെയിംഡ് പാരാമീറ്റർ ആയിട്ട് കൊടുക്കുന്നത്. ആൻഡ് യു ക്യാൻ മേക്ക് സം വാല്യൂ റിക്വയർഡ്. എന്ന് വെച്ചാൽ മസ്റ്റായിട്ട് ആ സ്റ്റുഡൻറ്റിന് എന്ത് വേണം, പേര് വേണം. അതില്ലാണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് വേണം, യു നീഡ് ടു മേക്ക് ദിസ് റിക്വയർഡ്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, യു നീഡ് ടു റിമൂവ് ദറ്റ് റിക്വയർഡ് വാല്യൂ. ആ ഡീഫോൾട്ട് വാല്യൂ എന്ത് ചെയ്തു, നമ്മൾ റിമൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ എറർ ഉണ്ടായിരിക്കും. എല്ലാത്തിലും എന്ത് നിർബന്ധമാണ്, പേര്, അറ്റ്ലീസ്റ്റ് പേര് എന്ത് ചെയ്യണം, നിർബന്ധമാണ്. എന്നുവെച്ചാൽ നമ്മൾ ഫംഗ്ഷനിൽ പഠിച്ച ആ കാര്യങ്ങളൊക്കെ ഇവിടെ എന്താണ്, ആപ്ലിക്കബിൾ ആണെന്ന് അർത്ഥം. ഇവിടെ നോക്കുക, പേര് ഇവിടെ ഉണ്ട്, ബാക്കി വാല്യൂ ഇല്ലെങ്കിലും എന്താണ്, ഇറ്റ് വിൽ വർക്ക് ബിക്കോസ് വി ഹാവ് ഡീഫോൾട്ട് വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, നമ്മൾ എന്ത് എഴുതുന്നത്, കൺസ്ട്രക്ടർ വഴി സെറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസ്ട്രക്ടർ ഉപയോഗിക്കുന്നത്. നമ്മൾ ഒന്നുകൂടി സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഈ ക്ലാസിൻ്റെ അതേ പേരുള്ള ഒരു ഫംഗ്ഷൻ, അതാണ് ആക്ച്വലി എന്ത്, കൺസ്ട്രക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കൺസ്ട്രക്ടർ ആവാം, എത്ര കൺസ്ട്രക്ടർ ഒരു ക്ലാസ്സിന് എഴുതാം, ഹൗ മെനി കൺസ്ട്രക്ടേഴ്സ് എന്നൊരു ചോദ്യം ഉണ്ട് ഇവിടെ.
ഓക്കെ, നോർമലി നമുക്ക് ഒരു ക്ലാസ്സിൻ്റെ ഈ പേരിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ഫംഗ്ഷനിൽ എഴുതാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഈ കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിന് ഏത് ഫംഗ്ഷൻ ആയാലും പ്രിന്റ് ഡീറ്റെയിൽസ് ആയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇവിടെ അതേ പേരിൽ ഇതിനകത്ത് മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് സെയിം പേരിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിവിടെ ആപ്ലിക്കബിൾ ആണ്. ഒരു ക്ലാസ്സിന് ഒരു ഡീഫോൾട്ട് കൺസ്ട്രക്ടറേ ഉണ്ടായിരിക്കുള്ളൂ. എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിന് ഒരു കൺസ്ട്രക്ടർ ഉണ്ടായിരിക്കുള്ളൂ, നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയാണ്. പക്ഷെ അതിന് തൊട്ട് പിന്നാലെ ഞാൻ പറഞ്ഞു എന്ത്, യു ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് കൺസ്ട്രക്ടർ എന്ന് പറയാണ്. അപ്പോൾ ഒരു ക്ലാസ്സിന് രണ്ട് ഞാൻ തന്നെയാണ് പറഞ്ഞത്. ഒന്ന്, ഒരു ക്ലാസ്സിന് ഒരു കൺസ്ട്രക്ടർ ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിഞ്ഞ് ഞാൻ തന്നെ തിരുത്തി പറയുകയാണെന്ത്, ഒരു ക്ലാസ്സിന് എത്ര കൺസ്ട്രക്ടറുകളിലും ആവാം. അപ്പോൾ ആ രണ്ടാമത് പറഞ്ഞ സാധനം എന്തായിരിക്കും, എത്ര കൺസ്ട്രക്ടറുകളിലും ആവാമെന്നോ, അതെന്താണ്? അങ്ങനെ പറ്റില്ലല്ലോ. അതായത് ഒരു പേരിൽ നിങ്ങൾക്ക് ഒരു കാര്യമല്ലേ എഴുതാൻ പറ്റുള്ളൂ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് വരുന്നത്, നെയിംഡ് കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ആൾ വരുന്നത്. നെയിംഡ് കൺസ്ട്രക്ടർ. അപ്പോൾ നെയിംഡ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പെഷ്യൽ കൺസ്ട്രക്ടർ. നെയിംഡ് കൺസ്ട്രക്ടർ എന്തായിരിക്കും, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നെയിംഡ് കൺസ്ട്രക്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ കൺസ്ട്രക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യും. എങ്ങനെയായിരിക്കും നെയിംഡ് കൺസ്ട്രക്ടർ വരുന്നത്? ഇപ്പോൾ ലൈക്ക് ദിസ്, സ്റ്റുഡൻറ് എന്ന് പറയുന്ന ക്ലാസ്സിനെ നമ്മൾ ഇതിനെ കോൾ ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ നെയിംഡ് കൺസ്ട്രക്ടർ എഴുതാം. അപ്പോൾ ഞാൻ എക്സാമ്പിൾ എഴുതുന്നത് നെയിംഡ്, ഇതിന് പേര് കൊടുത്തത് എങ്ങനെയാണ്, നെയിംഡ് കൺസ്ട്രക്ടർ. എന്ത് പേരും കൊടുക്കാം കേട്ടോ. അതായത് ക്ലാസ് നെയിം ഡോട്ട് ദാറ്റ് കൺസ്ട്രക്ടർ നെയിം എന്നാണ് ഇങ്ങനെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഇതേപോലെ നമ്മൾ ഡിഫൈൻ ചെയ്ത ഇതെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് ഇവിടുന്ന് ഞാൻ കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കൊണ്ടെഴുതി ഇതിനുള്ളിൽ. ഓക്കെ, ഇവിടെ കൊണ്ടെഴുതി. അപ്പോൾ ഇവിടെ എറർ അടിച്ചിട്ടുണ്ടായിരിക്കും. കാരണം നമുക്ക് എന്തില്ല, ഈ കൺസ്ട്രക്ടറിന് എന്തില്ല, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ത്രൂ വാല്യൂ പാസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ നമ്മൾ പാരാമീറ്റർ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന് പാരാമീറ്റർ പാസ് ചെയ്ത് ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇനീഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളിവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു നെയിംഡ് കൺസ്ട്രക്ടർ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ദിസ് ഡോട്ട് നെയിം എന്ന് വിളിക്കുന്നത് എന്തായിരിക്കും, ഇവിടെ ദിസ് തിങ് ഈസ് ആക്ച്വലി കോപ്പി ചെയ്താണല്ലോ നമ്മൾ. ദിസ് ഈസ് ആക്ച്വലി int age. Okay, then this is int roll number. Okay, these are all ഡീഫോൾട്ട് വാല്യൂ ഉള്ളതുകൊണ്ടാണ് ഇവിടെ എറർ അടിക്കാത്ത, അല്ലെങ്കിൽ നൾ സേഫ്റ്റി നൾ എറർ ഒക്കെ ഉണ്ടാക്കും, നൾ ചെക്ക് എറർ ഒക്കെ ഉണ്ടാക്കും. ദിസ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം. ഓക്കെ, ആൻഡ് ദിസ് ഡോട്ട് ഏജ് ഈക്വൽ ടു ഏജ്. ഓക്കെ, ദെൻ ദിസ് ഡോട്ട് റോൾ നമ്പർ ഈക്വൽ ടു റോൾ നമ്പർ എന്ന് ഞാൻ സെറ്റ് ചെയ്തു. ഓക്കെ, ഇതെങ്ങനെ ഇവിടെ നോർമലി നമ്മളൊരു ഫംഗ്ഷൻ എഴുതി, ആ ഫംഗ്ഷന് കുറച്ച് പാരാമീറ്റേഴ്സ് കൊടുത്തു, ഓപ്ഷണൽ പാരാമീറ്റേഴ്സ്. എന്നിട്ട് അതിലേക്ക് അത് ഓപ്ഷണൽ അല്ല, പൊസിഷനിലും ആവും, എന്ത് വേണമെങ്കിലും ആവും. പക്ഷെ ഞാനിപ്പോൾ എഴുതിയത് കോപ്പി ചെയ്തപ്പോൾ അത് ഇങ്ങനെയായിരുന്നു. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം, ഈ കേളി ബ്രേസ് ഒഴിവാക്കിയിട്ട് എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇനി എങ്ങനെ അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും, നോർമലി നമ്മൾ നേരത്തെ ചെയ്തത് എന്തായിരുന്നു, ഇങ്ങനെയായിരുന്നു. സ്റ്റുഡൻറ് എന്ന് എഴുതി S1 ഈക്വൽ ടു ഇങ്ങനെയായിരുന്നു ഇത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് ഉണ്ടാവും, നോ ഇഷ്യൂ. ഒബ്ജക്ട് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് വാല്യൂ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പാരാമീറ്റർ ഒന്നും നമ്മളിവിടെ സ്പെസിഫിക്കലി പ്രത്യേകിച്ച് ഒന്നും എഴുതിയതുകൊണ്ട് നിങ്ങൾക്ക് ത്രൂ ദിസ് വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അത് സെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇൻഡിവിജ്വലി ഇവിടുന്ന് എന്ത് ചെയ്യണം, ഓരോ വാല്യൂയിലേക്ക് എന്ത് ചെയ്യണം, ഓരോന്നിലേക്ക് വാല്യൂ സെറ്റ് ചെയ്യണം. പക്ഷെ ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ നെയിംഡ് കൺസ്ട്രക്ടർ ഉപയോഗിച്ച് ചെയ്യാം. സ്റ്റുഡൻറ് S2 ഈക്വൽ ടു എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനെ വിളിച്ചു, സ്റ്റുഡൻറ് ഡോട്ട് നെയിംഡ് കൺസ്ട്രക്ടർ എന്ന് വിളിച്ചു. ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് ജോബിൻ. രണ്ടാമത്തെ ഞാൻ എന്ത് ചെയ്തു, 35 then 135 എന്ന് ഞാൻ കൊടുത്തു. രണ്ടാമത്തെ സ്ട്രിങ് ആണോ നോക്കുക, ഇവിടെ കൊടുത്തത് മോഡൽ, ഇറ്റ്സ് ഇൻഡ് ആക്ച്വലി. ഓക്കെ, റിക്വയർഡ് സ്ട്രിങ് ഇൻഡ് ഏജ് എന്നാണ് ഇവിടെ എഴുതിയത്. ഇവിടെ വന്നിട്ട് ഏജ് എന്നുള്ള പേര് വേണം, ഏജ്. ആൻഡ് ദിസ് തിങ് ഇസ് ലാസ്റ്റ് വൺ ഈസ് റോൾ നമ്പർ. ഓക്കെ, ബിക്കോസ് അതെന്താണ്, നെയിംഡ് ആണ്, പൊസിഷനിലാണ്. ഓക്കെ, പിന്നെ ഓപ്ഷണലാണ്, അതുകൊണ്ട് നെയിംഡ് പാരാമീറ്റർ ആയിട്ട് തന്നെ പാസ് ചെയ്യണം. ആൻഡ് പുട്ട് സെമി കോളൻ ഹിയർ. ഞാൻ ഒന്ന് ഫോർമാറ്റ് ചെയ്യാം, ജസ്റ്റ് താഴത്തേക്ക് വരും നോക്കാം. ഓക്കെ, ഇതായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇവിടെ നോക്കുക, ഇതാണ് എന്ത്, ത്രൂ നെയിംഡ് കൺസ്ട്രക്ടർ നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യൂ സെറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് എന്ത് കിട്ടും, S2 ഡോട്ട് പ്രിന്റ് ഡീറ്റെയിൽസ് വിളിച്ചു കഴിഞ്ഞാൽ നേരത്തെ കിട്ടിയ പോലെ തന്നെ എന്ത് ചെയ്യും, ഇവിടെ വാല്യൂ വരും. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ക്ലിയർ ചെയ്തിട്ട്
ഒന്നുകൂടി റൺ ചെയ്യാണ്. നൗ യു ഗോട്ട് ദ വാല്യൂ, എക്സാക്ട്ലി വാല്യൂ. പക്ഷെ നമ്മളിവിടെയുള്ള ഡിഫറൻസ് എന്തായിരിക്കും? നെയിംഡ് കൺസ്ട്രക്ടർ വഴിയാണ് എന്ത് ചെയ്ത് പാസ് ചെയ്തത്. നെയിംഡ് കൺസ്ട്രക്ടർ എഴുതുന്നത് ക്ലാസ് നെയിം ഡോട്ട് ദാറ്റ് കൺസ്ട്രക്ടർ നെയിം എന്നുള്ളതാണ്. എത്ര നെയിംഡ് കൺസ്ട്രക്ടർ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഉണ്ടാക്കാം. സ്റ്റുഡൻറ്റ് ഡോട്ട് ഞാനിവിടെ വേറൊരു കൺസ്ട്രക്ടർ എഴുതും, കൺസ്ട്രക്ടർ. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. അപ്പോൾ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എ ക്ലാസ് ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് കൺസ്ട്രക്ടർ എന്ന് പറയും. പക്ഷേ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ എന്തേ ഉണ്ടായിരിക്കുള്ളൂ? ആ ക്ലാസ്സിൻ്റെ അതേ പേരിലുള്ള കൺസ്ട്രക്ടർ എന്തേ ഉണ്ടായിരിക്കുള്ളൂ? ഒരെണ്ണമേ ഉണ്ടായിരിക്കുള്ളൂ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതിനകത്ത് തന്നെ നമുക്ക് ഇങ്ങനൊരു സാധനമുണ്ട്, അതായത് കോൺസ്റ്റ് കൺസ്ട്രക്ടർ ഉണ്ട്. കോൺസ്റ്റ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്, കോൺസ്റ്റ് കൺസ്ട്രക്ടർ മേ ബി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫ്ലട്ടർ ഓൾറെഡി അറിയുന്ന ആളുകൾക്ക് ഫെമിലിയർ ആയിരിക്കും എന്താണ് ഈ കോൺസ്റ്റ് കൺസ്ട്രക്ടർ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ എഴുതിയ ക്ലാസ്സസ് ഒക്കെ, ഞാനിവിടെ ഒരു ക്ലാസ് എഴുതാം, ക്ലാസ്. ഓക്കെ, ഞാനൊരു ക്ലാസ് എഴുതി പോയിന്റ് എന്നുള്ളത്. ദെൻ ഇതിനകത്ത് നമുക്ക് ഇൻഡ് എക്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻസ് ഉണ്ട്, ഇൻഡ് വൈ എന്ന് പറയുന്ന ഇൻസ്റ്റൻസ് അല്ല, പ്രോപ്പർട്ടി എക്സ് കോമ വൈ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് നള്ളബിൾ. ഓക്കെ, ദെൻ ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ വന്നിട്ട് നമ്മൾ കൺസ്ട്രക്ടർ എഴുതി, പോയിന്റ് എന്ന് വേണ്ടി ഒരു കൺസ്ട്രക്ടർ എഴുതി. എന്നിട്ട് ഞാനിവിടെ എന്ത് ചെയ്തു, ദിസ് ഡോട്ട് എക്സ് പാസ് ചെയ്തു, കോമ ദിസ് ഡോട്ട് വൈ പാസ് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് മെയിൻ ഫംഗ്ഷനകത്ത് വന്നിട്ട്, ഇതാണ് എൻ്റെ മെയിൻ ഫംഗ്ഷൻ. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാണ്, അതായത് ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ്. ഞാനിവിടെ എന്ത് ചെയ്യണം, പോയിന്റ് P1 ഈക്വൽ ടു പോയിന്റ് എന്ന് എഴുതി. പോയിന്റ് എക്സിലേക്ക് വാല്യൂ 1,0 എന്നാണ് വാല്യൂ. ഓക്കെ, അടുത്തൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്, .2 എന്ന് പറയുന്നത്, ആൻഡ് ദിസ് ഇസ് 0.1. ദെൻ ഞാൻ എന്ത് ചെയ്തു, 0.3 എന്ന് പറയുന്നത് 1.1,0 എന്ന് തന്നെയാണ്. ഇത് നമ്മളൊന്ന് ക്ലോസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ദിസ് ഈസ് സിമിലർ, ഇത് സിമിലർ ആണ്, ഇതേപോലെ തന്നെ. ഇതിലെ ഈ രണ്ട് വാല്യൂ വെച്ചിട്ട് നമ്മൾ ഇവിടെ എന്ത് കാര്യം ചെയ്താലും ഇതിൽ ചെയ്താലും ഒക്കെ തന്നെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. എന്നുവെച്ചാൽ ഇത് രണ്ടും എന്താണ്, എക്സാക്ട്ലി രണ്ട് റെപ്ലിക്കയാണത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് കാണാം, P1 ഡോട്ട് ഹാഷ് കോഡ് എടുത്തു. ഓക്കെ, ദെൻ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ടേക്ക് P2 ഡോട്ട് ഹാഷ് കോഡ് എടുക്കാം, ആൻഡ് ദിസ് ഈസ് P2 ഡോട്ട് ഹാഷ് കോഡ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിന്റ് P3 ഡോട്ട് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ പിക്ക് ദ ഹാഷ് കോഡ്. ഓക്കെ, ഞാനിതൊന്ന് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് 3 ഡിഫറെൻറ്റ് കോഡായിരിക്കും എന്ത് ചെയ്യുന്നത് ഇവിടെ കിട്ടുന്നത്. പക്ഷേ ഈ ആദ്യത്തെയും അവസാനത്തെയും ആക്ച്വലി എന്താണ്, സെയിം ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മെമ്മറി നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡാറ്റ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേ ഇൻസ്റ്റൻസ് തന്നെയാണല്ലോ ഇതിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു അതൊക്കെ തന്നെ ആയിരിക്കും എന്ത് സംഭവിക്കാൻ പോകുന്നത്, ഇതിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇത് നിങ്ങൾക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. എങ്ങനെ, ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, യു ക്യാൻ മേക്ക് ദിസ് കൺസ്ട്രക്ടർ എ കോൺസ്റ്റ് കൺസ്ട്രക്ടർ. ഇതിന് മുന്നേ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, കോൺസ്റ്റ് എന്നുള്ള കീവേഡ് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു കൺസ്ട്രക്ടർ കോൺസ്റ്റ് കൺസ്ട്രക്ടർ ആവണമെങ്കിൽ അതിലെ വേരിയബിൾസ് ഒക്കെ എന്തായിരിക്കണം എന്ന് വെച്ചാൽ അതിലെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഓൾ ദീസ് ആർ ഫൈനൽ വേരിയബിൾസ്, ഫൈനൽ ആയിരിക്കണം. അതായത് എന്തായിരിക്കും അപ്പോൾ ഈ ഫൈനൽ, കോൺസ്റ്റ് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ നോർമലി ഇവിടെ വന്നിട്ട് കോൺസ്റ്റ് പൈ ഈക്വൽ ടു 3.14 ഞാൻ എഴുതി കഴിഞ്ഞാൽ ദിസ് തിങ് ഈസ് കോൾഡ് കമ്പൈൽ ടൈം കോൺസ്റ്റന്റ് ആണ്. എന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിൻ്റെ ലൈഫ് സൈക്കിളിനകത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പൈ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വാല്യൂ ഈവൻ കമ്പൈൽ ടൈമിലോ റൺ ടൈമിലോ എന്ത് ചെയ്യാൻ പറ്റില്ല, അസൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളിവിടെ ഫൈനൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ദിസ് ഈസ് ആക്ച്വലി എ റൺ ടൈം കോൺസ്റ്റന്റ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു തവണ ഇതിൻ്റെ ലൈഫ് സൈക്കിളിനകത്ത് ഒരു തവണ നിങ്ങൾക്ക് ഇതിലേക്ക് വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, അസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കൺസ്ട്രക്ടർ ഒരു ക്ലാസ്സിലെ ഒരു കോൺസ്റ്റ് കൺസ്ട്രക്ടർ ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഓൾ ദ പ്രോപ്പർട്ടീസ് ആർ, ഇതിനകത്തുള്ള എല്ലാ പ്രോപ്പർട്ടീസും എന്തായിരിക്കണം, ഫൈനൽ ആയിരിക്കണം. പ്രോപ്പർട്ടീസ് ഷുഡ് ബി ഫൈനൽ. ദെൻ എന്തുണ്ടാവരുത്, ദ കൺസ്ട്രക്ടർ ഡസിൻ ഹാവ് എ ബോഡി. കൺസ്ട്രക്ടറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, it doesn't contain any body because that is a constant constructor. ഇനി
കോൺസ്റ്റ് കൺസ്ട്രക്ടർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ യു നീഡ് ടു യൂസ് ദ കോൺസ്റ്റ് കീവേഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് തിങ്. കോൺസ്റ്റ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? യു നീഡ് ടു യൂസ് ദ കോൺസ്റ്റ് കീവേഡ് ഹിയർ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? യു നീഡ് ടു യൂസ് ലൈക്ക് ദിസ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? 3 കണ്ടീഷൻ. ഒന്ന്, ഓൾ ദ പ്രോപ്പർട്ടീസ് ഷുഡ് ബി ഫൈനൽ, ഇറ്റ് ഡസൻ കണ്ടെയ്ൻ എനി ബോഡി കൺസ്ട്രക്ടർ, ദെൻ യു നീഡ് ടു യൂസ് ദ കോൺസ്റ്റ് കീവേഡ്. കോൺസ്റ്റ് കീവേഡ് ഉപയോഗിക്കണം. എവിടെ വേണം? ഈ ക്ലാസ്സിനകത്തും വേണം. ഇവിടെ എന്ത് ചെയ്യണം? ഇനീഷ്യലൈസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം? യു നീഡ് ടു യൂസ് ദാറ്റ്. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ ക്ലാസ് എന്തായിരിക്കും? ആ ഒബ്ജക്റ്റ് എന്തായിരിക്കും? അല്ലെങ്കിൽ കോൺസ്റ്റ് കൺസ്ട്രക്ടർ ആയിരിക്കും. ഇനി ഇവിടുത്തെ പ്രശ്നം എന്തായിരിക്കും? യു നീഡ് ടു ഹാവ് ഫൈനൽ. ഓക്കെ, ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നേരത്തെ നമ്മൾ കണ്ടത് നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, 3 ഡിഫറെൻറ്റ് വാല്യൂസാണ് കണ്ടത്. ഇനി നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്യാണ്. നൗ യു ക്യാൻ സീ ദിസ് തിങ് ഇസ് സിമിലർ, ദിസ് തിങ് ഇസ് സിമിലർ. ഇപ്പോൾ ഡാറ്റ എഫിഷ്യൻ്റ് ആയിട്ട് എന്ത് ചെയ്തു? ഡാറ്റന് മനസ്സിലായി എന്ത്? ഓക്കെ, ഇതന്നെയാണല്ലോ ഇയാൾ പിന്നെയും ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ 2 തവണ ഇത് കൊണ്ടുപോയിട്ട് 2 ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ 2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് എക്സാക്ട്ലി മറ്റേ കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ എടുത്താൽ മതി എന്ന് മനസ്സിലാക്കി ഡാറ്റ എന്ത് ചെയ്തിട്ടുണ്ട്? സ്മാർട്ട് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് എ കോൺസ്റ്റന്റ് തിങ് ആൻഡ് ഇതേ കാര്യമാണ് ഇത്. പക്ഷേ ഇത് ഡിഫറെൻ്റ് ആണ്. ഇതിലെ വാല്യൂ മാറ്റമുണ്ട്. ഇനീഷ്യലൈസ് ചെയ്ത വാല്യൂ ഒക്കെ മാറ്റമുള്ളതുകൊണ്ട് എന്തായിരിക്കും? ഇപ്പോൾ ഇത് വേറെ ആണെങ്കിൽ, ഇത് 1 1 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് 1 1 ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 3 വാല്യൂ തന്നെ കിട്ടും. ബിക്കോസ് ഇത് 3 ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺസ്റ്റ് കൺസ്ട്രക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആക്ച്വലി നിങ്ങൾക്ക് മെമ്മറിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? എഫിഷ്യൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ കോൺസ്റ്റ് കൺസ്ട്രക്ടറൊക്കെ എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പെർഫോമൻസ് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഇംപ്രൂവ് ബൈ യൂസിങ് ദിസ് കോൺസ്റ്റ് കൺസ്ട്രക്ടേഴ്സ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അതിൽ വർക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ക്ലാസ് എഴുതി, പേഴ്സൺ എന്ന് പറഞ്ഞൊരു ക്ലാസ് എഴുതി. ഇതിന് ഞാനൊരു കൺസ്ട്രക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് ഈ പ്രോപ്പർട്ടി ഒന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല? എഴുതിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരൊറ്റ പ്രോപ്പർട്ടി ഞാൻ എഴുതുന്നുണ്ട് ഇവിടെ. സ്ട്രിങ് നെയിം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒരു പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്തു. ഓക്കെ, കൺസ്ട്രക്ടറിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും എഴുതില്ല, നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒബ്ജക്റ്റ് എവിടെയപ്പോൾ ഞാൻ എഴുതി? ഇവിടെ തന്നെ എഴുതിയല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ എഴുതാം. വോയിഡ് മെയിൻ. സെയിം ഫയലാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ, വേറൊരു ഫയൽ ആയതുകൊണ്ടാണ് നമ്മളതിനെ ഇമ്പോർട്ട് ചെയ്തത്. ഇതിപ്പോൾ 2 ഒരേ സ്ഥലത്ത് കിടക്കുന്നതുകൊണ്ട് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നോക്കുക, ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പേഴ്സൺ ഡോട്ട് നെയിം എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാം. ഇവിടെ നമ്മൾ കൺസ്ട്രക്ടറിൽ ഇവിടെ നമ്മൾ വാല്യൂ ഒന്നും പാസ് ചെയ്തിട്ടില്ല. ഐ ക്യാൻ പാസ് എ വാല്യൂ ദിസ് ഡോട്ട് നെയിം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? പേര് പാസ് ചെയ്യണം. പൊസിഷണൽ ആർഗ്യുമെൻ്റ് ആയിട്ടാണ് കൊടുത്തത്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് എന്ത് ചെയ്തു? ഇങ്ങനെ പാസ് ചെയ്തു. ഇത് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നിങ്ങൾക്ക്? നമുക്ക് ഇവിടെ എന്തായിരിക്കും കിട്ടുക? യു ഗോട്ട് ജോബ് ഇൻ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് കിട്ടി. ഓക്കെ അല്ലേ? ഇനി നോക്കുക, ഇതിനകത്ത് നമ്മളിപ്പോൾ ഇതല്ലാണ്ട് കുറച്ച് പ്രോപ്പർട്ടി ഇവിടെ വരുന്നുണ്ടല്ലോ. പേഴ്സൺ ഡോട്ട് യു ക്യാൻ സി ഹാഷ് കോഡ്, റൺ ടൈം ടൈപ്പ്, ടു സ്ട്രിങ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇത് നമ്മൾ കൊടുത്ത പ്രോപ്പർട്ടിയാണ്. പക്ഷെ ഇതൊക്കെ എവിടുന്ന് വന്നു? ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പം ഇതൊക്കെ എവിടുന്ന് വന്നു വെച്ച് കഴിഞ്ഞാൽ ഡാർട്ടിൽ ഏത് ക്ലാസ്സും ഡിഫൈൻ ചെയ്താലും ആ ക്ലാസ് ബൈ ഡീഫോൾട്ട് വേറൊരു ക്ലാസ്സിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നാണ്. ഇതാണ് സത്യത്തിൽ ഫുൾ സിൻടാക്സ്. ഇങ്ങനെ ഡാർട്ട് ഇപ്പോൾ ക്ലാസ് പോയിന്റ് എക്സ്റ്റെൻസ് ഒബ്ജക്ട്സ് എന്നാണ്. അപ്പോൾ ഇവിടെ പേഴ്സൺ ആണെങ്കിൽ എന്തായിരിക്കും? ക്ലാസ് പേഴ്സൺ ആക്ച്വലി എക്സ്റ്റെൻഡഡ് ഫ്രം ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് വന്നതാണ്. ഈ ഒബ്ജക്റ്റ് ക്ലാസ് നിങ്ങൾക്ക് ഡാർട്ടിൻ്റെ ഇതിൽ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാം. ഇവിടെ കണ്ടോ? ക്ലാസ് ഒബ്ജക്റ്റ്. അതിനകത്തായിരിക്കും എന്തുണ്ടായിരിക്കുക? നിങ്ങൾക്ക് ഇതിൻ്റെ ഹാഷ് കോഡ് ഇവിടെ കണ്ടോ? ദേ ഹാവ് ഡിഫൈൻഡ് എ പ്രോപ്പർട്ടി ഹാഷ് കോഡ് ദാറ്റ് ഇസ് എ ഗെറ്റർ, ടു സ്ട്രിങ് മെത്തേഡ് ഉണ്ട്. അങ്ങനത്തെ ഇതൊക്കെ ഇവിടെ ഇത് ബിൽട്ടിനായിട്ട് ഡാർട്ട് ഷിപ്പ് ചെയ്ത് വന്നപ്പോൾ അതിനകത്തുള്ളതാണ് ഒബ്ജക്റ്റ് ക്ലാസ്. ഡാർട്ടിൽ നിങ്ങൾ ഏത് ക്ലാസ് ക്രിയേറ്റ് ചെയ്താലും, ഈവൻ ദ ബിൽട്ടിൻ ക്ലാസ്സസ്, ഏത് ക്ലാസ് ക്രിയേറ്റ് ചെയ്താലും അതെല്ലാം എവിടുന്ന് വന്നതാണ്? ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു പാരന്റ് ക്ലാസ്സിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്താണ് ബാക്കി എല്ലാ ക്ലാസ്സും. അതിനകത്തുള്ളതാണ് എന്ത്? ഈ പറയുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ. ലൈക്ക് ഇപ്പം നമ്മൾ എഴുതിയ പേഴ്സൺ ഡോട്ട് ഹാഷ് കോഡ് എന്ന് പറയുന്നതും ഇതൊക്കെ എവിടുന്ന് വന്നതാണ്?
ഇവിടുന്ന് വന്ന പ്രോപ്പർട്ടികളാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. എങ്ങനെയാണ് എവിടുന്നാണ് ആ സാധനമൊക്കെ വന്നതെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല എന്നർത്ഥം. എന്ന് വെച്ചാൽ നിങ്ങൾ എഴുതുമ്പോൾ ക്ലാസ് പേഴ്സൺ എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് എ ഡീഫോൾട്ട് ബിഹേവിയർ, സോ യു ക്യാൻ ഹാവ് ലൈക്ക് ദിസ്.